ഹനാൻ ഷാവും എന്റെ ഗ്യാസറ്റും സുഹൃത്തുക്കളായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയിട്ട് എന്താ ചെയ്തതെന്ന് അറിയോ? എന്താ ചെയ്തത്? ഹണി ട്രാപ്പ്. ആന്റണി വർഗീസ് പെപ്പനെ ഹണി ട്രാപ്പ് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ കൂടി ചാറ്റ് ലീക്കാക്കി. ഇതിന്റെ ഇടനിലക്കാരനായിരുന്നു ഹനാൻ ഷാ. നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാ. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹം വീണുടഞ്ഞു പോകുന്നറിഞ്ഞാത്ത സത്യ. ഈ അതിവിനയം കാണിക്കുന്നവൻ പോച്ച കള്ളനായിരിക്കും. ആന്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളൻ എന്ന് പറയുന്ന മൂവി സിനിമ ഷൂട്ടിംഗ് സമയത്താണ് എന്റെ കാസറ്റിന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിട്ട് ആന്റണി വർഗീസ് പെപ്പയെ കുറിച്ച് കുറച്ച് പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ പറയുന്നത്. ഈ നാട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടി എന്റെ അടുത്ത് വരും. നീയാണല്ലോ കോടതി. ഈ പേഴ്സണൽ ബുദ്ധിമുട്ട് പറയാൻ വന്ന പെൺകുട്ടിയുടെ അടുത്ത് അബ്ദുൽ ഹക്കീം പറയുന്നു ഇതൊരു എഫ്ഐആർ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എഫ്ഐആർ കൊടുക്കാനുള്ള ഡ്രാഫ്റ്റ് ആ പെൺകുട്ടിയുടെ അടുത്ത് കൊടുക്കുകയും ആ പെൺകുട്ടിനെ കൊണ്ട് ഒരു ഇമെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ആ ഇമെയിലും ആ പെൺകുട്ടിയുടെ പരാതിയും വെച്ചിട്ട് ഹക്കീം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നു ആന്റണി വർഗീസ് പെപ്പയെ കുറിച്ച്. എന്നിട്ട് ഈ ഇരിക്കുന്ന സ്റ്റോറീസും ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുള്ള കേസുകളും റിമൂവ് ചെയ്യുകയും ഇനി പെപ്പെ എന്ന് പറയുന്ന വ്യക്തിയോട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തിട്ട് 25 ലക്ഷം രൂപയാണ് എന്റെ കാസറ്റ് അഥവാ അബ്ദുൽ ഹക്കീം മേടിച്ചിരിക്കുന്നത്. നീ കുറെ നേടുന്നുണ്ടല്ലോ. ഒരു മലബാർ കുടുംബ ഗായകൻ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത് അബ്ദുൽ ഹക്കീമിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഹനാൻ ഷാ. ഈ പൈസ പോയിരിക്കുന്നത് ഈ പറയുന്ന ഹനാൻ ഷായുടെ കൂട്ടുകാരനായിട്ടുള്ള സവാദിന്റെ അക്കൗണ്ടിലേക്ക്. അയാള് പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒന്ന് പോയിരിക്കുന്നത് 7.5 ലക്ഷം, വീണ്ടും പോയിരിക്കുന്ന ഒരു 7.5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം, പിന്നെ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു, ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്തു. ഈ പറയുന്ന സവാദിന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും കൂടെ കൊടുത്തു. തമിഴിന് പലിശ കൊടുക്കാൻ 5000 രൂപ ഞാൻ തന്നാ. പിന്നെ കൊടൈക്കനാല് പോയത് ചോദിക്കും പൊട്ടണ ഫുള്ള്. ഇതൊക്കെ എവിടുന്നാന്ന് വിചാരം? ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ഈ പോയിരിക്കുന്ന പൈസകളെല്ലാം വൈറ്റ് ആണ്. അതായത് ആന്റണി പെപ്പയുടെ അടുത്തുനിന്ന് 25 ലക്ഷം രൂപ പോയിരിക്കുന്ന വൈറ്റ് മണിയാണ്. പക്ഷെ ഈ പൈസ പിന്നെ എങ്ങോട്ടൊക്കെയോ പോയി. ഇത് ദുബായിലോട്ട് പോയി കുറച്ച് ഫണ്ട്. അത് പോയിരിക്കുന്നത് ഹവാല വഴി. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? ഇതൊക്കെ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ. ഹക്കീം അങ്ങനെ ചെയ്യത്തില്ല സാറേ. അവനെന്റെ വലിക്കമ്പനിയാണ്. ആദ്യം ഇവനെ കസ്റ്റഡിയിലെടുക്കും. കേരളത്തിൽ 1078 സബ്സ്ക്രൈബേഴ്സിനുള്ള ചാനലിന്റെ മുതലാളിയാണ്. അരെ കേരളം നിന്ന് കത്തും. ഈ കേസിലെങ്ങാനോ അവന്റെ പിടിയിലിട്ട അതിൽ ആർക്കും ഒന്നും ചെയ്യാനുണ്ടാവില്ല.